പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു ചരിത്രപ്രസിദ്ധമായ ഏറെ സുരക്ഷാ സംവിധാനങ്ങളുള്ള ലൂവ്ർ മ്യൂസിയത്തിൽ പട്ടാപ്പകൽ നടന്ന പെരുംകൊള്ള. ആ പെരുംകൊള്ളയിൽ മോഷ്ടാക്കളെക്കുറിച്ച് ഒരു തുമ്പും ഇതുവരെയും ലഭിച്ചിട്ടില്ല. 3-3.5 മിനിറ്റ് കൊണ്ട് നടത്തിയ ഒരു വലിയ കവർച്ച. സുരക്ഷാ സംവിധാനങ്ങളെ കാറ്റിൽ പറത്തി സിനിമയെ വെല്ലുന്ന തരത്തിൽ കവർച്ച നടത്തിയത് എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് വരാം. ഞായറാഴ്ച രാവിലെ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പാരീസിലെ ലൂവ്ർ മ്യൂസിയത്തിന്റെ സന്ദർശക സമയം ആരംഭിച്ചിട്ടുണ്ട്. സന്ദർശകർ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. ലൂവ്ർ മ്യൂസിയത്തിന്റെ കോമ്പൗണ്ടിൽ തൊട്ടുപുറകിലുള്ള റോഡിൽ ഒരു ചെറിയ ട്രക്ക് എത്തുന്നു. ആ ട്രക്കിന്റെ ദൃശ്യമാണിത്. ലൂവ്ർ മ്യൂസിയത്തിന്റെ പിറകുവശത്തേക്കാണ് ആ ട്രക്ക് എത്തുന്നത്. ട്രക്കിൽ ഒരു വലിയ കോണിപ്പടി സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാം. ഏണി ഘടിപ്പിച്ച ട്രക്കിൽ 4 അംഗ സംഘം എത്തിയിട്ടുണ്ട്. പക്ഷേ അവർ മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. ലൂവ്ർ മ്യൂസിയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഭാഗത്തേക്കാണ് എത്തുന്നത്. രേഖാമൂലം നോക്കിയാൽ ഇതാണ് ലൂവ്ർ മ്യൂസിയത്തിൽ പ്രധാനപ്പെട്ട അമൂല്യമായ വസ്തുക്കളെല്ലാം ശേഖരിച്ചിരിക്കുന്നത്. ഇവിടെ റോഡിന്റെ പിറകുവശത്ത് ഈ ഏണി ചാരിവെച്ച് ഈ ലൂവ്ർ മ്യൂസിയത്തിന്റെ ഏറ്റവും പുറകുവശത്തുള്ള ഗാലറിയിലേക്കുള്ള ജനലിന്റെ ഭാഗത്തേക്ക് ഏണി ഘടിപ്പിച്ചു വയ്ക്കുന്നു. മ്യൂസിയത്തിന്റെ തെക്കുഭാഗത്ത് സെയ്നെ നദിക്കരികിലുള്ള റോഡിൽ ട്രക്ക് നിർത്തിയതിനു ശേഷം 2ാം നിലയിലേക്ക് ഈ ഏണി നീട്ടുന്നു. സംഘത്തിലെ 2 പേർ ഈ ഏണിയിലൂടെ സാവധാനം മുകളിലേക്ക് കടക്കുന്നു. സെക്യൂരിറ്റി ജീവനക്കാരൻ ചോദിക്കുമ്പോൾ മുകളിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്താൻ വന്നവരാണെന്നാണ് പറഞ്ഞത്. 2ാം നിലയിലെ ബാൽക്കണിയിലേക്ക് കടക്കുന്നു. ആംഗിൾ ഗ്രൈൻഡറുകൾ ഉൾപ്പെടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ ജനാല തകർക്കുന്നു. ഈ ജനാല തകർത്ത് മ്യൂസിയത്തിന്റെ അപ്പോളോ ഗാലറിയിലേക്ക് കടക്കുകയാണ്. ആ അപ്പോളോ ഗാലറിയിലുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇത് കാണുന്നത്. ഇതാണ് ഈ അക്രമികൾ തകർത്ത ജനൽ. സന്ദർശകരെയും സുരക്ഷാ ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തുന്നു. ഡിസ്പ്ലേ തകർത്ത് അമൂല്യങ്ങളായ വസ്തുക്കൾ കവരുന്നു. ഇന്ദ്രനീല കിരീടം, അതും നെപ്പോളിയന്റെ ഭാര്യ ധരിച്ചത്. മരതകമാല, നെപ്പോളിയന്റെ 1ാമത്തെ ഭാര്യ ധരിച്ചത്. വജ്ര പതക്കം, നെപ്പോളിയന്റെ 2ാമത്തെ ഭാര്യ ധരിച്ചത്. ഒപ്പം ഇന്ദ്രനീലമാലയും മരതക കമ്മലുകളും വസ്ത്രപതക്കവും അലങ്കാര കിരീടവും ഇന്ദ്രനീല കമ്മലും വിപണിയിൽ മൂല്യം നിശ്ചയിക്കാൻ പറ്റാത്തതെല്ലാം കവർന്നുകൊണ്ടുപോകുന്നു. 19ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് റാണിമാരായ മേരി അമേലി, ഹോർട്ടൻസ് എന്നിവർ ധരിച്ച ഇന്ദ്രനീല കിരീടമാണ് ഇതിലേറ്റവും വിലപിടിപ്പുള്ളത്. മേരി അമേലിയും ഹോർട്ടൻസും ധരിച്ചിരുന്ന 8 ഇന്ദ്രനീലവും വജ്രങ്ങളും ധരിച്ച ഇന്ദ്രനീല മാലയാണ് ഇതിൽ മറ്റൊന്ന്. ഇന്ദ്രനീല കല്ലുകളും വജ്രങ്ങളും പതിച്ച മേരി അമേലി, ഫോർട്ടൻസ് രാജ്ഞിമാരുടെ, നെപ്പോളിയൻ രാജ്ഞിമാരാണ്, കമ്മലാണ് മറ്റൊന്ന്. നെപ്പോളിയൻ ബൊണാപ്പാർട്ട് ചക്രവർത്തി ഭാര്യ മേരി ലൂയിസ് രാജ്ഞിക്ക് സമ്മാനമായി നൽകിയ മരതകമാല, മേരി ലൂയിസിന്റെ വിവാഹ സമ്മാനമായി ലഭിച്ച കമ്മലുകൾ, നെപ്പോളിയൻ 3ാമന്റെ ഭാര്യ യൂജീന്റെ 1300 വജ്രങ്ങളും വൈഡൂര്യങ്ങളും പതിച്ച കിരീടം. ഇത് മോഷ്ടിക്കപ്പെട്ടെങ്കിലും പിന്നീട് മ്യൂസിയ വളപ്പിൽ നിന്നും തിരികെ കിട്ടി. യൂജീൻ രാജ്ഞി മതചടങ്ങുകളിൽ ധരിച്ചിരുന്ന വജ്രപതക്കം ഇവിടെ കാണാം. വജ്രപതക്കം ഇതാണ്. വജ്രപതക്കം യൂജീൻ രാജ്ഞിയുടെ 2438 വജ്രങ്ങളും 196 രത്നങ്ങളും പതിച്ച വസ്ത്രപതക്കം, അതാണ് ഇവിടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. വിലമതിക്കാനാവാത്തതാണ്. യൂജീൻ രാജ്ഞിയുടെ 212 മുത്തുകളും 2990 വജ്രങ്ങളും പതിച്ച അലങ്കാര കിരീടം, അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കിരീടം. അതിൻ്റെ കിരീടത്തിൻ്റെ ശോഭ ഗംഭീരമായ തിളക്കത്തോടു കൂടി നിൽക്കുന്ന കിരീടമാണ്. അപായ സൈറണുകൾ ആ സമയത്ത് മുഴങ്ങിയിരുന്നു. സുരക്ഷാ ജീവനക്കാർ സന്ദർശകരെ അടിയന്തരമായി ഗാലറിയിൽ നിന്ന് നീക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? മോഷണം നടത്തിയവർ ട്രക്കിന്റെ ഏണിയിലൂടെ തന്നെ വളരെ വേഗത്തിൽ താഴേക്കെത്തുന്നു. മറ്റു 2 പേർ ഇവരെ കാത്ത് താഴെയുണ്ടായിരുന്നു. തൊട്ടടുത്തൊരു ബൈക്കും ഉണ്ടായിരുന്നു. രക്ഷപ്പെടുന്നതിന് മുന്നോടിയായി അവർ ട്രക്കിന് തീയിടാൻ ശ്രമിക്കുന്നു. അങ്ങനെ സുരക്ഷാ ജീവനക്കാരുടെ ശ്രദ്ധ ട്രക്കിലേക്ക് കൊണ്ടുവരുന്നു. മ്യൂസിയം സുരക്ഷാ ജീവനക്കാർ ആ ശ്രമം വിഫലമാക്കുന്നു. അങ്ങനെ വണ്ടി കത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ സുരക്ഷാ ജീവനക്കാരെ കബളിപ്പിച്ച് 2 ബൈക്കുകളിലായി ആ 4 സംഘം സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുന്നു. ലോകത്തെ ഞെട്ടിച്ച ഈ കവർച്ചയ്ക്ക് ആ 4 അംഗ സംഘം എടുത്തത് എത്ര സമയമാണെന്നറിയാമോ? വെറും 3 മിനിറ്റും 57 സെക്കൻഡും. മൊത്തം കവർച്ചാ പദ്ധതി അഥവാ ട്രക്കുമായി ലൂവ്ർ മ്യൂസിയത്തിന്റെ അടുത്തേക്ക് എത്താനും മോഷണം നടത്തി മടങ്ങാനും എടുത്ത സമയം 7 മിനിറ്റ് മാത്രമാണ്. ഏണി കയറി മുകളിലേക്കെത്തി ഇത്രയും മോഷ്ടിച്ച് പുറത്തേക്ക് വന്നത് 3 മിനിറ്റ് 57 സെക്കൻഡ് കൊണ്ട്. മോഷണം നടന്ന 2 ദിവസം പിന്നിടുമ്പോഴും പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും ഫ്രഞ്ച് പോലീസിനില്ല. പ്രൊഫഷണൽ കുറ്റവാളികളാണ് കൃത്യത്തിന് പിന്നിലെന്ന് മാത്രമാണ് പുറത്തു പറയുന്നത്. ഇവരെ പിടികൂടാൻ കഴിഞ്ഞാൽ പോലും മോഷണം പോയ അമൂല്യ വസ്തുക്കൾ തിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് പോലീസ്.